ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ബികോം 5th സെമ്മിൻ്റെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സിലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന പാട്ട് തൊട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? ദ ഇൻകം അറൈസിംഗ് ഔട്ട് ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി എയ്തർ ഇൻ ദ ഫോം ഓഫ് ദ റെന്റൽ ഹൗസ് ഓർ ഓൺ ഇറ്റ്സ് ട്രാൻസ്ഫർ ഈസ് റെഫേർഡ് ടു ആസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമ്മളിപ്പോൾ ഒരു ഹൗസ് റെന്റിന് കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് റെന്റ് ലഭിക്കും. അതുപോലെ തന്നെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ അതിൽ നിന്നും ഒരു എമൗണ്ട് കിട്ടും. അപ്പം അങ്ങനെ ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന ഇൻകത്തിന് പറയുന്നതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് പ്രോപ്പർട്ടി ഷുഡ് കൺസിസ്റ്റ് ഓഫ് എനി ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പാർട്ട്മെന്റ് ദെയർടു. അതായത് ഒരു പ്രോപ്പർട്ടി, ഒരു ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങുമായി ചേർന്ന് വരുന്ന ഒരു ലാൻഡോ ഉണ്ടായിരിക്കണം. അടുത്തത് അസസി മസ്റ്റ് ബി ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. അപ്പൊ ഞാൻ എന്റെ ഹൗസ് ഒരാൾക്ക് റെന്റിന് കൊടുത്തു. ഓക്കെ, അപ്പൊ ആ ആൾ എന്ത് ചെയ്തു? സെയിം ഹൗസ് അയാളുടെ ഫ്രണ്ടിന് വീണ്ടും റെന്റിന് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിന് പറയുന്നത് സബ്ലെറ്റിംഗ് ഓഫ് പ്രോപ്പർട്ടിന്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഈ ഒരു ഹെഡിൽ നമുക്ക് വരില്ല. അത് വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിലാണ്. ഓക്കെ, അപ്പൊ ആർക്കാണോ ഇൻകം കിട്ടുന്നത് അയാൾക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് ഹെഡിൽ ആ ഇൻകം കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ആ ഒരു ഹൗസ്, ആ റെന്റിന് കൊടുത്ത ആ പ്രോപ്പർട്ടി അയാളുടേതല്ല. സബ്ലെറ്റ് ചെയ്ത് കിട്ടുന്ന റെന്റാണ് അയാൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ റെന്റിനെടുത്ത ഹൗസ് വേറെ ആൾക്ക് ഞാൻ പിന്നെ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഏത് ഹെഡിൽ വരും? ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിൽ വരും. അടുത്ത് പറയുന്നത് ദ പ്രോപ്പർട്ടി മേ ബി യൂസ്ഡ് ഫോർ എനി പർപ്പസ്. ഞാൻ ഓണർ ആണ് എന്ന് കരുതി ഞാൻ അവിടെ താമസിച്ചു എന്നതുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമുക്ക് ഒരു ഇൻകവും കിട്ടില്ല. പക്ഷെ ഞാനത് എന്തെങ്കിലും പർപ്പസിന് മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്, ലെറ്റ് ഔട്ട് ചെയ്യാണ് എങ്കിൽ അതിൽ നിന്നും എനിക്കൊരു വരുമാനം കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും യൂസിന് മാത്രം ഉപയോഗിച്ചാലേ നമുക്ക് ഇതിൽ നിന്ന് ഇൻകം കിട്ടുന്നതായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ പറയുന്ന പ്രോപ്പർട്ടി ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഇപ്പോൾ ഒരാളുടെ പ്രോപ്പർട്ടി സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് വെക്കാണ്. അതിൽ നിന്ന് വരുമാനം വല്ലതും കിട്ടുന്നുണ്ട്? ഇല്ല, നമ്മളൊരു സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുമാനം ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ആനുവൽ വാല്യൂ നമ്മൾ നില്ലായിട്ട് ഒന്നുമില്ലെന്നായിരിക്കും കാണിക്കുന്നത്. അടുത്തത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നതാണ് ഫെയർ റെന്റ്. ഇറ്റ് ഈസ് ദ റെന്റ് പ്രിവെയിലിംഗ് ഇൻ ദാറ്റ് പാർട്ടിക്കുലർ ലൊക്കാലിറ്റി. അപ്പൊ ഫെയർ റെന്റ് എന്താന്ന് വെച്ചാൽ ഒരു ഏരിയയില് അവര് ഒരു പ്രോപ്പർട്ടിക്ക് ഈടാക്കുന്ന റെന്റിന് പറയുന്നതാണ്. അടുത്തത് പറയുന്നത് മുനിസിപ്പൽ വാല്യുവേഷൻ. മുനിസിപ്പൽ അതോറിറ്റീസ് മുനിസിപ്പൽ ടാക്സസ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അതിന് പറയുന്നതാണ് മുനിസിപ്പൽ വാല്യൂ. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് റെന്റ്. സ്റ്റാൻഡേർഡ് റെന്റ് പറയുന്നത് നമ്മുടെ റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഒരു റെന്റ് പ്രോപ്പർട്ടിക്ക് ഇത്ര റെന്റ് എന്നും പറഞ്ഞിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് റെന്റ്. അപ്പം ഫെയർ റെന്റ്, മുനിസിപ്പൽ വാല്യുവേഷൻ, സ്റ്റാൻഡേർഡ് റെന്റ്, ഇത്രയും ടേംസ് ഓർത്തു വെക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് RER, അതായത് റീസണബിൾ എക്സ്പെക്റ്റഡ് റെന്റ്. ഇതെന്ന് വെച്ചാൽ ഒരു ഓണർ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്യുമ്പം അയാൾക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ അയാൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു റെന്റിന് പറയുന്നതാണ് റീസണബിൾ എക്സ്പെക്റ്റഡ് റെന്റ്. ഇനി അടുത്തത് ARR, ആക്ച്വൽ റെന്റ് റിസീവബിൾ. ഇവിടെ പറയുന്നത് ശരിക്കും അയാൾക്ക് കിട്ടേണ്ട റെന്റ് അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന റെന്റിന് പറയുന്നതാണ് ആക്ച്വൽ റെന്റ് റിസീവബിൾ. ഇനി നമുക്ക് അൺറിയലൈസ്ഡ് റെന്റ് എന്താന്ന് നോക്കാം. ഇപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടി റെന്റിന് കൊടുത്തു. പക്ഷെ ചില സമയങ്ങളിൽ, ചില മാസങ്ങളിൽ നമുക്ക് അതിൽ നിന്ന് റെന്റ് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ടെനന്റ്, നമ്മൾ ആർക്കാണോ വാടകയ്ക്ക് കൊടുത്തത് അയാൾ റെന്റ് തരാൻ കഴിയാത്ത എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതിന് പറയുന്നതാണ് അൺറിയലൈസ്ഡ് റെന്റ്. ഇനി വേക്കൻസി
അലൗഡ്. അതായത് ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ചിലപ്പം ഒരു വർഷം മുഴുവനും അയാൾ ആ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരിക്കില്ല. ചില മാസങ്ങളിൽ വേക്കൻ്റ് ആയിരിക്കും. അപ്പൊ ആ വേക്കൻ്റ് ആയിട്ടുള്ള മാസങ്ങളിൽ റെന്റ് നമ്മൾ കണക്ക് കൂട്ടത്തില്ല. അതിന് പറയാനാണ് വേക്കൻസി അലൗഡ്. ഗ്രോസ് ആനുവൽ വാല്യൂ, ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കാണുന്നത്? അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രോസ് മുനിസിപ്പൽ വാല്യൂ, നമ്മുടെ മുനിസിപ്പൽ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും, അത് എത്രയാണെന്ന് വെച്ച് എഴുതുക. നെക്സ്റ്റ് ഫെയർ റെന്റ് വാല്യൂ, അത് എത്രയാണെന്ന് വെച്ച് എഴുതുക. ഇതിൽ രണ്ടിലും ഏതാണ് വലുത് അത് ഹയർ ഓഫ് ദി എബോ എന്ന് കൊടുത്തിട്ട് അതെടുത്തെഴുതുക. ഓക്കെ, നമ്മൾ ആദ്യം മുനിസിപ്പൽ വാല്യൂ നോക്കുക, ഫെയർ റെന്റൽ വാല്യൂ നോക്കുക, അതിലേതാണ് വലുത് അത് എഴുതുക. മുനിസിപ്പൽ വാല്യൂ എന്തായിരുന്നു? മുനിസിപ്പൽ അതോറിറ്റീസ് ഇമ്പോസ് ചെയ്തിരിക്കുന്ന, അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ, അതിന് പറയുന്നതാണ് മുനിസിപ്പൽ വാല്യൂ. ഫെയർ റെന്റൽ വാല്യൂ എന്തായിരുന്നു? ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആ പ്രോപ്പർട്ടിയുടെ റെന്റിന് പറയുന്നത്, അവർ എത്രയാണോ റെന്റിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിന് എത്രയാണോ വാല്യൂ അവർ കൊടുക്കുന്നത് അതിന് പറയുന്നത് ഫെയർ റെന്റൽ വാല്യൂ. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഏതാണോ കൂടുതൽ അത് താഴെ എടുത്തെഴുതുക. ഇനി നമ്മൾ എഴുതുന്നത് സ്റ്റാൻഡേർഡ് റെന്റ് ആണ്. സ്റ്റാൻഡേർഡ് റെന്റ് എന്തായിരുന്നു? റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം എത്രയാണോ ആ ഒരു പ്രോപ്പർട്ടിക്ക് റെന്റ് കൊടുക്കേണ്ടത് അതിന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് റെന്റ്. അത് നമ്മൾ എടുത്തെഴുതുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ടിലും ഏതാണ് കുറവ് അത് എടുത്തെഴുതുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്റ്റാൻഡേർഡ് റെന്റിനെ കാട്ടിലും കൂടുതൽ റെന്റ് ചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ റെന്റ് വാങ്ങിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് റെന്റ് കൺട്രോൾ ആക്ട് ഒരു സ്റ്റാൻഡേർഡ് റെന്റ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് റെന്റ് ആണോ അല്ലെങ്കിൽ ഇതിൽ രണ്ടും കമ്പയർ ചെയ്തിട്ട് കിട്ടിയ ആ വാല്യൂ ആണോ കുറവ്, ആ കുറഞ്ഞ വാല്യൂ ആണ് റീസണബിൾ എക്സ്പെക്റ്റഡ് റെന്റ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ റീസണബിൾ എക്സ്പെക്റ്റഡ് റെന്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ മുനിസിപ്പൽ വാല്യൂ കമ്പയർ ചെയ്തു, ആരുമായിട്ട് ഫെയർ റെന്റൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തു. അതിൽ നിന്നും വലിയ എമൗണ്ട് ഏതിനാണോ അത് നമ്മൾ എടുത്തെഴുതുക. സ്റ്റാൻഡേർഡ് റെന്റ് നോക്കുക, അതിൽ നിന്നും ചെറിയ വാല്യൂ എടുത്തെഴുതുക. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഗ്രോസ് മുനിസിപ്പൽ വാല്യൂ തരില്ല. അപ്പൊ നമ്മൾ എന്തെടുത്തെഴുതണം? ഫെയർ റെന്റൽ വാല്യൂ എടുത്തെഴുതുക. സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്തെഴുതുക. അതിലേതാണോ ചെറുത് അതെടുത്തെഴുതുക. ചിലപ്പോൾ സ്റ്റാൻഡേർഡ് റെന്റ് തരികയേ ഇല്ലായിരിക്കും. അപ്പൊ നമ്മൾ എന്തെഴുതണം? ഈ ഒരു എമൗണ്ട് റീസണബിൾ എക്സ്പെക്റ്റഡ് റെന്റ് ആയിട്ട് എടുക്കുക. അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇതേ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ച് വരണം? റീസണബിൾ എക്സ്പെക്റ്റഡ് റെന്റ് കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ റെന്റ് റിസീവബിൾ. ശരിക്കും ഒരു ഓണർക്ക് എത്രയാണ് റെന്റ് കിട്ടേണ്ടത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകേണ്ടത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ആനുവൽ റെന്റ്, നമുക്കൊരു മാസം ഇത്ര രൂപ റെന്റ് ആണെങ്കിൽ ഒരു വർഷം മൊത്തം എത്ര റെന്റ് ആയിരിക്കും കിട്ടുക എന്ന് കണ്ടുപിടിച്ച് വെക്കാം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ആ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം, ആനുവൽ റെന്റ് എന്ന് പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ ചിലപ്പം റെന്റ് പെർ മന്ത് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം. എന്നിട്ട് എന്താ ചെയ്യുക? ആ വർഷം മുഴുവൻ എത്ര ആണോ റെന്റ് കിട്ടുന്നുണ്ടാവുക അത് കണ്ടുപിടിച്ച് വെക്കുക. അതിൽ നിന്നും അൺറിയലൈസ്ഡ് റെന്റ്, നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റാത്ത റെന്റ് കുറയ്ക്കുക. അതിന് പറയുന്നതാണ് ആക്ച്വൽ റെന്റ് റിസീവബിൾ, ARR. അതെടുത്തെഴുതുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ റീസണബിൾ എക്സ്പെക്റ്റഡ് റെന്റിലും ആക്ച്വൽ റെന്റ് റിസീവബിളിലും ആരാണ് വലുത് അയാളെ താഴോട്ടെടുത്തെഴുതുക. ഹയർ ഓഫ് RER ആൻഡ് RRR. അപ്പൊ നമ്മളിവിടെ വലുതും ചെറുതും നോക്കി നോക്കി എടുത്തെഴുതി പോയാൽ മതി. പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ വലിയ ആളെ താഴേക്ക് എടുത്തെഴുതി. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തു വെച്ചു. ഇനി ഇതിൽ നിന്നും എന്ത് കുറയ്ക്കണം? വേക്കൻസി അലവൻസ്. അതായത് നമ്മുടെ ടെനന്റ് വാടകക്കാരൻ ചിലപ്പം ചില മാസങ്ങളിൽ ആ ഹൗസ് ഉപയോഗിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ അയാൾ അപ്പൊ തന്നെ വേക്കൻ്റ് ആയി പോയി കാണും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് റെന്റ് കിട്ടുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും കിട്ടുന്നില്ല. അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. വേക്കൻസി അലവൻസ് ലെസ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന നമ്മുടെ വാല്യൂ ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് എഴുതുക.
ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ FR തന്നിരിക്കുന്നത് ഫെയർ റെന്റൽ വാല്യൂ ആണ്. AR എന്ന് പറയുന്നത് ആനുവൽ റെന്റ് ആണ്, അല്ലെങ്കിൽ ആക്ച്വൽ റെന്റ്. SR എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡ് റെന്റ്. നമുക്ക് മുനിസിപ്പൽ വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റൽ വാല്യൂ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എന്ത് എഴുതാം? ഫെയർ റെന്റിൽ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് നമുക്ക് അതിന്റെ വാല്യൂ എഴുതാം. ഫെയർ റെന്റ് വാല്യൂ എത്രയാണ്? 28,000. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് റെന്റ് നോക്കുക. സ്റ്റാൻഡേർഡ് റെന്റ് എത്രയാണ്? 20,000. ഈ PA യും PM ഉം എപ്പോഴും ശ്രദ്ധിക്കണം. PA പെർ ആനം, P മന്ത് പെർ മന്ത്. ക്വസ്റ്റ്യൻ രണ്ടും വരാം, ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പെർ മന്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് ആ തന്നിരിക്കുന്ന വാല്യൂവിനെ 12 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റീസണബിൾ എക്സ്പെക്റ്റഡ് റെന്റ് കണ്ടുപിടിക്കാം, RER. അതെങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? സ്റ്റാൻഡേർഡ് റെന്റിലും ഫെയർ റെന്റൽ വാല്യൂലും ആരാണോ കുറവ് അയാളെ എഴുതുക. സ്റ്റാൻഡേർഡ് റെന്റ് ഇവിടെ 20,000 ഉള്ളൂ, പക്ഷെ ഫെയർ റെന്റ് 28,000 ആയി. നമുക്ക് സ്റ്റാൻഡേർഡ് റെന്റിനെ കാട്ടിലും കൂടാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് RER എത്ര കിട്ടും? 20,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ റെന്റ് നോക്കണം. ആക്ച്വൽ റെന്റ് റിസീവബിൾ തന്നിട്ടുണ്ട് 24,000. നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ആരാണോ വലുത് അയാളെ എടുത്തെഴുതുക, ഹയർ ഓഫ് എബോ. എടുത്തെഴുതുക. എത്ര കിട്ടി? 24,000. നമുക്ക് വേക്കൻസി അലവൻസ് ഒന്നും തന്നിട്ടില്ല. എന്നാൽ ഈ ക്വസ്റ്റ്യൻ 4 മാർക്സിന് ചോദിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളമൊക്കെ വരച്ച് കറക്റ്റ് സ്റ്റെപ്പൊക്കെ എഴുതി, ഫെയർ റെന്റൽ വാല്യൂ എന്ന് എഴുതി, പിന്നെ മുനിസിപ്പൽ വാല്യൂ എന്ന് എഴുതി, അവിടെ നിട്ടാൽ മതി, ഒന്നും ഇടണ്ട. എന്നിട്ട് താഴെ ഹയർ ഓഫ് ദി എബോ, ലോവർ ഓഫ് ദി എബോ അത് കറക്റ്റായിട്ട് എഴുതി കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് ആനുവൽ വാല്യൂ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യം. ഇനി അടുത്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻകം കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ സ്റ്റെപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ എടുത്തെഴുതണം. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യന് ഗ്രോസ് ആനുവൽ വാല്യൂ തന്നിട്ടുണ്ടായിരിക്കാം. ഇനി അഥവാ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ട് അത് കണ്ടുപിടിക്കും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ കണ്ടുപിടിച്ച് നോക്കാം. ഗ്രോസ് ആനുവൽ വാല്യൂ എത്രയാണോ അത് എഴുതി വെക്കുക. ഇനി ഇതിൽ നിന്നും മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് കുറയ്ക്കണം. ഓർമ്മയുണ്ടോ? മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ മുനിസിപ്പൽ അതോറിറ്റീസ് ഒരു പ്രോപ്പർട്ടിയുടെ മേല് ചാർജ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ കണ്ടുപിടിച്ച് വെക്കുന്ന ഒരു വാല്യൂ ആണ്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മുനിസിപ്പൽ ടാക്സസ് എത്രയാണോ പേ ചെയ്യേണ്ടത് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുനിസിപ്പൽ ടാക്സസ് നമുക്ക് ഒന്നെങ്കിൽ അതിൻ്റെ റേറ്റ് ക്വസ്റ്റിന് തന്നിട്ടുണ്ടായിരിക്കാം. തന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് മുനിസിപ്പൽ വാല്യൂ എത്രയാണോ തന്നിരിക്കുന്നത് അതേ ഇൻറ്റു ആ റേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എത്രയാണോ എമൗണ്ട്, കറക്റ്റായ എമൗണ്ട് നമുക്ക് ക്വസ്റ്റിന് തരും. അപ്പോൾ മുനിസിപ്പൽ ടാക്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുനിസിപ്പൽ വാല്യൂ ഇൻറ്റു എത്രയാണോ റേറ്റ് അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ലെസ് ചെയ്യുമ്പോൾ കിട്ടും നെറ്റ് ആനുവൽ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ലെസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഇനി ഇതിൽ നിന്നും നമ്മൾ ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. 24ൽ നമുക്ക് 2 ഡിഡക്ഷൻസ് പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. ഇത് രണ്ടും കൂടെ നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ എത്രയാണോ കിട്ടിയിരിക്കുന്നത്
അതിന് 30% ആണ്. അപ്പോൾ 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. പിന്നെ എന്തും കൂടെ കുറയ്ക്കുക, ഇൻട്രസ്റ്റ് ഓൺ ബോറോവേഡ് ക്യാപിറ്റൽ കൂടി കുറയ്ക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആനുവൽ വാല്യൂ തന്നിട്ടുണ്ട്, അതുപോലെ മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്, ഫെയർ റെന്റൽ വാല്യൂ തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് കൂടിയ എമൗണ്ട് എടുക്കുക. സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുണ്ടോ? ഇല്ല. മന്ത്ലി റെന്റ് തന്നിട്ടുണ്ട്, നമ്മളത് ആനുവൽ റെന്റ് ആക്കി എടുക്കണം. പിന്നെ വേക്കൻസി 1 month ഉണ്ട്. മുനിസിപ്പൽ ടാക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ടെനന്റ്. നമ്മൾ വാടകയ്ക്ക് കൊടുത്ത ആള്, വാടകക്കാരനാണ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ചെയ്യുന്നതെങ്കിൽ അത് ഓണറിന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഓണർ പേ ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മൾ ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് ഓണർ കൊടുത്താൽ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ആരാ കൊടുത്തത്? വാടകക്കാരൻ. അപ്പൊ അത് വാടകക്കാരൻ കൊടുത്ത പൈസ ഓണറിന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ടതുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളിത് എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്യാനായിട്ട് ഫെയർ റെന്റൽ വാല്യൂ എടുക്കുക. ഫെയർ റെന്റൽ വാല്യൂ 42,000, മുനിസിപ്പൽ വാല്യൂ 40,000. ഇതിൽ ആരാണോ എബോവ് അത് എഴുതുക. സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടില്ല. റീസണബിൾ എക്സ്പെക്ടഡ് റെന്റ് എത്ര കിട്ടും? 42,000 തന്നെ. ARR നമ്മൾ 4,000 ആണ് ഒരു മാസം. അപ്പം 12 മാസത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 48,000. ഓക്കെ, 48,000 കൊടുക്കുക. ഇതിൽ നിന്നും കൂടുതൽ ഏതാണ്? ഹയർ ഓഫ് ദി എബോവ് 48,000. വേക്കൻസി ഉണ്ടോ? ഉണ്ട്. വേക്കൻസി എത്ര മാസത്തേക്കാണ്? ഒരു മാസത്തേക്ക്. ഒരു മാസത്തെ റെന്റ് എന്ന് പറയുന്നത് 4,000 രൂപയാണ്. 4,000 കുറയ്ക്കാം. അപ്പൊ 44,000 നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടി. അപ്പൊ മുനിസിപ്പൽ ടാക്സ് ഇവിടെ എടുക്കണോ? വേണ്ട. കാരണം എന്താ? ടെനന്റ് പേ ചെയ്തുകൊണ്ട്. അപ്പൊ മുനിസിപ്പൽ ടാക്സ് ഇല്ല. അപ്പൊ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ എത്ര കിട്ടി? 44,000. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ആനുവൽ റെന്റൽ വാല്യൂ ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? അസസ്മെന്റ് ഇയർ തന്നിട്ടുണ്ട്, 2016-17 തന്നിട്ടുണ്ട്. ആക്ച്വൽ റെന്റ് തന്നിട്ടുണ്ട്. പെർ മന്ത് ആണ്, നമ്മളിത് പെർ ആനം ആക്കിയെടുക്കണം. പിന്നെ മുനിസിപ്പൽ റെന്റൽ വാല്യൂ തന്നിട്ടുണ്ട് 1,20,000. ഫെയർ റെന്റ് തന്നിട്ടുണ്ട് 1,32,000. സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നിരിക്കുന്നത്? ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ദ അസസി ഈസ് നോട്ട് ഏബിൾ ടു റിയലൈസ് 2 month റെന്റ്. അതായത് അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ട്. എത്ര മാസത്തേക്ക്? 2 മാസത്തേക്ക്. നമ്മൾ ആദ്യം ഫെയർ റെന്റൽ വാല്യൂ എടുത്ത് എഴുതുക. 1,32,000. മുനിസിപ്പൽ വാല്യൂ 1,20,000. ഇതിൽ ആരാണോ വലുത് അതെടുത്ത് എഴുതുക. സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുണ്ടോ? ഉണ്ട്. 1,38,000 എഴുതുക. അപ്പം നമ്മൾ ഇനി എടുത്തെഴുതേണ്ടത് ഇതിൽ നിന്നും ആരാണോ കുറഞ്ഞത്? ലോവർ ഓഫ് ദി എബോവ് RER, റീസണബിൾ എക്സ്പെക്ടഡ് റെന്റ്. ഇതിലേതാ കുറഞ്ഞത്? 1,32,000 ആണ് കുറവ്. അത് എഴുതുക. ആക്ച്വൽ റെന്റ് റിസീവബിൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 14,000 ആണ് ആക്ച്വൽ റെന്റ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. 14,000 ആണ് നമ്മുടെ ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത്. അതായത് പെർ മന്ത് ഒരു മാസത്തേക്ക് 14,000 രൂപ. ഇനി നോക്കുക, നമുക്കിവിടെ അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ട്. 2 മാസത്തേക്ക് അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ട്. 2 മാസത്തേക്ക് അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആക്ച്വൽ റെന്റ് എങ്ങനെയാണ് കാണേണ്ടത്? ആനുവൽ റെന്റ് ചെയ്തിട്ട് അതിൽ നിന്ന് അൺറിയലൈസ്ഡ് റെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറയ്ക്കാം. അപ്പൊ നമുക്കിവിടെ പെർ മന്ത് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ 12 മാസത്തെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട. 2 മാസത്തിൽ കുറയ്ക്കുന്നതിന് പകരം 10 മാസത്തിന് ഡയറക്റ്റ് അങ്ങ് കണ്ടുവച്ചാൽ മതി. 14,000 ഇൻറ്റു 10 മാസത്തേക്ക് 14,000 ഇൻറ്റു 10 1,40,000 എന്ന് ARR കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൽ ആരാണോ കൂടുതൽ അതെടുത്തെഴുതുക. ഹയർ ഓഫ് ദി എബോവ് 1,40,000.
ലെസ് വേക്കൻസി അലവൻസ് ഒന്നുമില്ല. വേക്കൻസി ഉണ്ടോ? ഇല്ല. വേക്കൻസി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നില്ല്. ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുക. അതെന്ത് ചെയ്താൽ മതി? താഴോട്ട് എടുത്ത് എഴുതുക. ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഒന്നുമില്ല. അപ്പം നെറ്റ് ആനുവൽ വാല്യൂ എത്ര കിട്ടി? 1,40,000 തന്നെ കിട്ടി. ഈ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അതായത് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുക്കുമ്പോൾ അതിന് പേ ചെയ്യേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് നമുക്ക് ഇൻകത്തിൽ നിന്നും, അതായത് നമ്മൾ ടാക്സ് പേ ചെയ്യാൻ എടുക്കേണ്ട ഇൻകത്തിൽ നിന്നും നമുക്ക് ലെസ് ചെയ്യാം. ടാക്സ് ഫ്രീ ആണ്. ഈ ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഫോർ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷന് തൊട്ട് മുമ്പേ ഉള്ള പീരീഡും പോസ്റ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷന് ശേഷമുള്ള പീരീഡും. അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത് നോക്കാം. ഓക്കെ, സപ്പോസ് ഞാനിപ്പം 15th April 2015 ഞാനൊരു ലോൺ എടുത്തു. ഒരു കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് ലോൺ എടുത്തു. ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് July 15th 2015 കരുതുക. ഇനി ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് എൻഡ് ചെയ്തത് September 30th 2017 കരുതുക. ഓക്കെ, ഞാൻ ഒരു ലോൺ എടുത്തത് 15th April 2015 പക്ഷേ കൺസ്ട്രക്ഷൻ വർക്ക് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് July 15th 2015 കൺസ്ട്രക്ഷൻ എൻഡ് ചെയ്തത് 13th 2017 അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ ലോൺ നമുക്ക് കിട്ടിയ ഡേറ്റ്, അല്ലെങ്കിൽ എപ്പോഴാണോ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്, ഏതാണോ രണ്ടാമത് വരുന്നത്, ലേറ്റർ ആണ്, വിച്ച് എവർ ഈസ് ലേറ്റർ, അത് തൊട്ട് ആ ഒരു പീരീഡ് തൊട്ട്. അപ്പൊ ഇതാണ് ഞാൻ ലോൺ എടുത്ത ഡേറ്റ്, ഇതാണ് ഞാൻ കൺസ്ട്രക്ഷൻ തുടങ്ങിയ ഡേറ്റ്. ഇതിൽ ഏതാണ് ലേറ്റർ വരുന്നത്? July 15 ആണ്. അപ്പൊ July 15th 2015 തൊട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ വർക്ക് എന്നാണ് തീരുന്നത്, കംപ്ലീറ്റ് ആവുന്നത് September 13th 2017 ആണ്. അപ്പോൾ ഇത് തൊട്ട് ഈ കൺസ്ട്രക്ഷൻ പീരീഡ് തീരുന്നതിന്റെ തൊട്ട് മുമ്പേ ഉള്ള March 31 എന്നാണോ അതുവരെ പറയുന്നതാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്ക് തീരുന്നത് September 13th 2017 ആണെങ്കിൽ ഇതിന് തൊട്ട് മുമ്പേ ഉള്ള March 31 ഏതാണ്? March 31st 2017. ഓക്കെ, അപ്പം പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് പീരീഡ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഡേ ഓഫ് കമൻസ്മെന്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓർ ദ ഡേ ഓഫ് ബോറോയിങ് വിച്ച് എവർ ഈസ് ലേറ്റർ. കൺസ്ട്രക്ഷൻ എപ്പോഴാണോ തുടങ്ങിയത് അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ ലോൺ ബോറോ ചെയ്യുന്നത്, അതിൽ ഏതാണോ രണ്ടാമത് വരുന്നത് ആ ഒരു പീരീഡ് തൊട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ എപ്പോഴാണോ തീരുന്നത് അതിന് തൊട്ട് മുമ്പേ ഉള്ള അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 31st March, അതുവരെയുള്ള ആ ഒരു പീരീഡിന് പറയുന്നതാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ലോൺ എടുക്കുന്നത് എന്നാണോ, അല്ലെങ്കിൽ നമ്മൾ ആ ലോൺ എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്. കൺസ്ട്രക്ഷൻ തുടങ്ങിയത് എന്നാണോ ആ ഒരു ഡേറ്റിൽ ഏതാണ് രണ്ടാമത് വരുന്ന ആ ഡേറ്റ് മുതൽ എപ്പോഴാണ് കൺസ്ട്രക്ഷൻ തീരുന്നത് അതിന് തൊട്ട് മുമ്പേ ഉള്ള അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്ന ദിവസം വരെയുള്ള പീരീഡ്. ഇതിന് പറയുന്നതാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആ ഒരു പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിവിടെ ഈ ഒരു പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് നോക്കുകയാണെങ്കിൽ 2 അക്കൗണ്ടിങ് ഇയറിലൂടെയാണ് ഈ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് കടന്നു പോകുന്നത്. ഏതൊക്കെ പീരീഡ്? 2015-16 വരുന്നുണ്ട്, 2016-17 വരുന്നുണ്ട്. നമുക്ക് നോക്കാം 2015 തൊട്ട് 16 വരെ എത്ര മന്ത് അല്ലെങ്കിൽ എത്ര ഉണ്ടായിരുന്നു എന്ന്. July 15 തൊട്ട് March 31st 2016 വരെ നമുക്ക് 8.5 മാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ 1st April 2016 തൊട്ട് 31st March 2017 വരെ 1 വർഷം വരുന്നുണ്ട്. അപ്പൊ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ
എപ്പോഴാണോ നമ്മുടെ കൺസ്ട്രക്ഷൻ തീരുന്നത് ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ ബിഗിനിങ് തൊട്ട് നമ്മൾ ഇൻട്രസ്റ്റ് അടച്ചു തീരുന്നത് എപ്പോഴാണോ, നമ്മുടെ ലോൺ നമ്മൾ എപ്പോഴാണോ അടച്ചു തീരുന്നത് അതുവരെയുള്ള ആ ഒരു പീരീഡിന് പറയുന്നതാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡേറ്റ് വെച്ച് നോക്കാം. എപ്പോഴാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ തീരുന്നത്? September 13, 2017. ഈ ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ സ്റ്റാർട്ടിങ് എവിടെയായിരുന്നു? March 31, 2017. അത് തൊട്ട് എന്നാണോ ഞാൻ ലോൺ അടച്ചു തീർക്കുന്നത് അതുവരെയുള്ള ആ ഒരു പീരീഡിന് പറയുന്നതാണ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ്. ഓക്കെ, നമ്മൾ ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ, ഇത്രയും വർഷം ഇപ്പം നമുക്ക് ഒരു വർഷവും 8.5 മാസമാണ് ഇവിടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ആയിട്ട് വരുന്നത്. അപ്പം അത്രയും നാളത്തെ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് എപ്പോഴാണോ ഈ കൺസ്ട്രക്ഷൻ തീരുന്ന ആ ഒരു ഇയർ തൊട്ടിട്ട്, ഇയർ ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ തീരുന്ന ആ ഒരു ഇയർ തൊട്ടിട്ട് നമ്മൾ കിട്ടുന്ന ഈ മൊത്തത്തിലുള്ള ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് ഉണ്ടല്ലോ, അതിനെ 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് പേ ചെയ്ത് തുടങ്ങും. ആ ഒരു വർഷം തൊട്ടിട്ട് ഇൻട്രസ്റ്റ് എത്ര കിട്ടുന്നോ അതിനെ 5 കൊണ്ട് ഹരിക്കാം. എന്നിട്ട് ആ കിട്ടുന്ന വാല്യൂ കൊണ്ട് ആ വർഷം തൊട്ട് നമ്മൾ അടച്ചടച്ച് ഡിഡക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് ഡയറക്റ്റ് തരുവാണെങ്കിൽ അത് ആ എമൗണ്ട് തന്നെ അങ്ങ് എടുത്താൽ മതി. ചിലപ്പോൾ നമുക്ക് പ്രീ കൺസ്ട്രക്ഷനിലെയും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെയും ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. കമ്പ്യൂട്ട് ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ: മുനിസിപ്പൽ വാല്യൂ ഓഫ് ദ ഹൗസ്, റെന്റൽ വാല്യൂ ഓഫ് ദ ഹൗസ്, ആക്ച്വൽ റെന്റ്, municipal taxes. Construction of the house was completed on 1st April 2015. The house was let out for a period 1st April 2015 to 31st December 2015. It was self-occupied by 1st January 2016. Fire insurance premium, land revenue. ഇത് രണ്ട് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ എടുക്കേണ്ട, ഫയർ ഇൻഷുറൻസും ലാൻഡ് റവന്യൂ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ദ പീരീഡ് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാം, ഈ കൺസ്ട്രക്ഷൻ തീർന്നിരിക്കുന്നത് 2015 1st ഏപ്രിലാണ്. അപ്പോൾ ഇതിന്റെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് നമുക്ക് അറിയണമെങ്കിൽ എപ്പോഴാണ് കൺസ്ട്രക്ഷൻ തുടങ്ങിയത് അല്ലെങ്കിൽ എപ്പോഴാണ് ലോൺ ബോറോ ചെയ്തതെന്ന് അറിയണം. നമുക്ക് തന്നിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 1st April 2012 to 2015. അപ്പൊ ഈ ഒരു പീരീഡ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ആണ്. കാരണം കംപ്ലീറ്റ് ചെയ്യുന്നത് 1st April 2015 ആണ്. തൊട്ട് മുമ്പിൽ വരുന്ന അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്ന 31st March എന്ന് പറയുന്നത് 31st March 2015 ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് ആണ്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തിരിക്കുന്നത്? കൺസ്ട്രക്ഷൻ പീരീഡ് എപ്പോഴാണോ തീരുന്നത് ആ അക്കൗണ്ടിങ് ഇയർ തൊട്ടുള്ള ഇയേഴ്സിൽ നമ്മൾ ഇതിന്റെ 1/5 എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തു പോകും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ടോട്ടൽ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 22,500. ഇതിന്റെ 1/5 എന്ന് പറയുന്നത് 4,500 ആണ്. അപ്പൊ അതാണ് നമ്മുടെ 1/5 ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ്, 4,500. ഇനി നമുക്ക് തന്നിരിക്കുന്നത് 1st April 2015 തൊട്ട് 31st March 2016 വരെയുള്ള ഇൻട്രസ്റ്റ് ആണ്. അതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെ ഇൻട്രസ്റ്റ് ആണ്. അല്ലെങ്കിൽ നമുക്കിതിനെ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് എന്ന് വിളിക്കാം. ഇത് ഡയറക്റ്റ് ആയിട്ട് കാണിച്ചാൽ മതി, ഇതിലൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. അപ്പൊ നമുക്കിതിന് ഇൻട്രസ്റ്റ് ഫോർ പ്രീവിയസ് ഇയർ ഈസ് ഈക്വൽ ടു 7,500 എന്നും ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഈസ് ഈക്വൽ ടു 4,500 എന്നും പറഞ്ഞ് ഡിഡക്ഷൻ കൊടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്രോസ് ആനുവൽ വാല്യൂ ആണ് നമ്മൾ ഈ ക്വസ്റ്റിന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഫെയർ റെന്റൽ വാല്യൂ എഴുതുക, മുനിസിപ്പൽ വാല്യൂ എഴുതുക, ഇതിൽ ആരാണോ വലുത് വരുന്നത് അതിനെ എടുത്ത് എഴുതുക. സ്റ്റാൻഡേർഡ് റെന്റ് നമുക്ക് തന്നിട്ടുണ്ടോ?
നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് ഒന്നും കൊടുക്കണ്ട. ആ റീസണബിൾ എക്സ്പെക്റ്റഡ് റെന്റ് ഏതാണോ കുറവ് അതെടുത്ത് എഴുതുക. നമുക്കിവിടെ സ്റ്റാൻഡേർഡ് റെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് താഴോട്ടങ്ങ് എടുത്ത് എഴുതുക ആക്ച്വൽ റെന്റ് റിസീവബിൾ. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞ് 2000 തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നു ഇറ്റ് വാസ് സെൽഫ് ഒക്യുപ്പൈഡ് ഫ്രം 1st January 2016. എന്തിനാണ് നമുക്ക് അങ്ങനെ ഒരു സംഭവം തന്നത്? അതുപോലെ തന്നെ ഇറ്റ് വാസ് ലെറ്റ് ഔട്ട് ഫോർ ദ പീരീഡ്, അതിന്റെ പീരീഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് വെറും 9 മാസത്തേക്ക് മാത്രമാണ് ആ ഹൗസ് തന്നെ ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുന്നത് ആ ഹൗസ് സെൽഫ് ഓക്യുപ്പൈഡ് ആയിരുന്നു, ആ ഓണർ തന്നെ താമസിച്ചു വരുമായിരുന്നു അടുത്ത മാസം മുതൽ. 9 മാസം വരെ മാത്രമേ ടെനന്റ് ആ വീട്ടിൽ താമസിച്ചിരുന്നുള്ളൂ. അപ്പൊ ആ 9 മാസത്തേക്ക് മാത്രമേ നമുക്ക് റെന്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ അൺറിയലൈസ്ഡ് റെന്റ് ഒന്നും തന്നെ വരുന്നില്ല. വേക്കൻസി വരുന്നുണ്ടോ? ഇല്ല. കാരണം ആ ഹൗസിൽ ആര് കയറി താമസിച്ചു? ഓണർ കയറി താമസിച്ചുകൊണ്ട് നമുക്ക് വേക്കൻസി അലവൻസ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ വേക്കൻസി വരുവാണെങ്കിൽ നമ്മൾ ഒരു വർഷത്തെ ടോട്ടൽ റെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വേക്കൻസി കുറയ്ക്കണമായിരുന്നു. പക്ഷെ ഇവിടെ വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേക്കൻസി അലവൻസ് കാണണ്ട. പകരം വെറും 9 മാസത്തെ റെന്റാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ 9 മാസത്തെ റെന്റ് നമ്മൾ 2000 × 9 കാണുക, 18,000. ഈ രണ്ട് എമൗണ്ടും സെയിം ആണ്. ഹയർ ഓഫ് ദി എബവ് കൊടുക്കുക. വേക്കൻസി അലവൻസ് ഇല്ല. നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ എത്ര കിട്ടി? 18,000 എന്ന് കിട്ടി. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് തന്നിട്ടുണ്ട് 30,000. ഈ മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും കുറയ്ക്കേണ്ട ഒരു സംഭവമാണ്. ഗ്രോസ് ആനുവൽ വാല്യൂ കൊടുക്കുക, ലെസ് മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് 3,000 കൊടുക്കുക, 15,000 കിട്ടി. അതെന്ന് പറയുന്നത് എന്താണ്? നെറ്റ് ആനുവൽ വാല്യൂ ആണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 24 ചെയ്യണം. എന്തൊക്കെയാണത്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എങ്ങനെയാണ് കാണുന്നത്? നെറ്റ് ആനുവൽ വാല്യൂയുടെ 30%. അപ്പൊ അതെങ്ങനെ കാണും? 15,000ന്റെ 30% ചെയ്യുക, 4,500 കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഫോർ പ്രീവിയസ് ഇയർ. അത് എത്രയാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 7,500. ഇനി നമുക്ക് നോക്കേണ്ടത് 1/5 ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്? 1/5 കാണാം. നമ്മുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ ആ ടോട്ടൽ എമൗണ്ടിന് 1/5 കൊണ്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് കിട്ടും. അത് എത്രയായിരുന്നു? 4,500 ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെറ്റ് ആനുവൽ വാല്യൂ ആയ 15,000ൽ നിന്നും ഈ 3 വാല്യൂ നമ്മൾ ലെസ് ചെയ്യണം. 4,500 ലെസ് 7,500 ലെസ് 4,500. നമുക്ക് എത്ര കിട്ടി? -1,500 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ നെഗറ്റീവ് വാല്യൂ കൊടുക്കാൻ പാടില്ല. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എഴുതിയിട്ട് നെഗറ്റീവ് വാല്യൂ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അടുത്ത് നമ്മൾ നോക്കേണ്ടത് അരിയേഴ്സ് ഓഫ് റെന്റ് ആണ്. അതായത് ഒരു ടെനന്റ് റെന്റ് പേ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഓവർ ഡ്യൂ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് അരിയേഴ്സ് ഓഫ് റെന്റ് എന്ന്. ഇപ്പൊ നമ്മൾ ഈ അരിയേഴ്സ് ഓഫ് റെന്റ് എന്ന് പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഇൻകം ഓഫ് ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് എഴുതുന്നതിന് മുമ്പേ ഈ അരിയേഴ്സ് ഓഫ് റെന്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ ഇതിൽ നിന്നും ഈ അരിയേഴ്സ് ഓഫ് റെന്റ് എത്ര ഉണ്ടോ അതിന്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ലെസ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു എമൗണ്ട് വെളിയിലെടുത്ത് എഴുതുക. അതുപോലെ തന്നെ വരുന്ന ഒരു കാര്യമാണ് അൺറിയലൈസ്ഡ് റെന്റ്, റിയലൈസ്ഡ്. നമുക്ക് കിട്ടില്ല എന്ന് കരുതി നമ്മൾ അൺറിയലൈസ് ആക്കി വെച്ചിരിക്കുന്ന റെന്റ് നമുക്ക് പക്ഷെ റിയലൈസ് ആക്കാൻ സാധിച്ചു. അങ്ങനെ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ലെസ് ചെയ്തിട്ട് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ആഡ് ചെയ്ത് കൂട്ടുക. ഇതിന്റെ ഒരു ടോട്ടൽ എമൗണ്ട് ആയിരിക്കും നമ്മൾ ശരിക്കും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്, ഫെയർ ആൻഡ് വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യണം? മുനിസിപ്പൽ വാല്യൂ ഫെയർ ആൻഡ് വാല്യൂ കൂടെ കമ്പയർ ചെയ്യുക. അതിൽ ആരാണോ വലുത് വരുന്നത് അവരെടുക്കുക. എന്നിട്ട് സ്റ്റാൻഡേർഡ് റെന്റിന് നോക്കുക. സ്റ്റാൻഡേർഡ് റെന്റും
ഫെയർ റെന്റൽ വാല്യൂയിൽ ഏതാണോ കുറവ് വരുന്നത് അതായിരിക്കും നമ്മുടെ റീസണബിൾ എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റീസണബിൾ എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 45,000 എന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്കിവിടെ മന്ത്ലി റെന്റ് തന്നിട്ടുണ്ട് 4,000. നമ്മൾ ആക്ച്വൽ റെന്റ് റിസീവബിൾ കാണാനായിട്ട് ഈ 4,000നെ 12,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് കാണാനായിട്ട് 4,000 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 48,000 എന്ന് കിട്ടി. നമുക്കിവിടെ അൺറിയലൈസ്ഡ് റെന്റോ ഇല്ലെങ്കിൽ വേക്കൻസി അലവൻസോ ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുവാണെങ്കിൽ ദ ഹൗസ് റിമൈൻഡ് വേക്കൻറ്റ് ഫോർ 1 month എന്ന് കാണാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതില് ഏതാണോ വലുത് അതെടുക്കുക. ഇവിടെ നമുക്ക് ആക്ച്വൽ റെന്റ് റിസീവബിൾ ആണ് വലുത്. അതിൽ നിന്നും വേക്കൻസി അലവൻസ് ആയിട്ടുള്ള ഒരു മാസത്തെ വാടക എത്ര വരും? മന്ത്ലി റെന്റ് 44,000 എന്ന് വരും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ 15 മാർക്സ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ മാത്രം കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ കോളമൊക്കെ വരച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്താൽ മതി. 4 മാർക്കിനൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താ ചെയ്യുക? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നമുക്കിപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ 44,000 എന്ന് കിട്ടി. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത് അൺറിയലൈസ്ഡ് റെന്റ് എന്ന് കണ്ട ഉടനെ തന്നെ എടുത്തു ചാടി അത് ലെസ് ചെയ്ത് വെക്കരുത്. ഇത് അൺറിയലൈസ്ഡ് റെന്റ് റിക്കവേർഡ് ആണ്. അൺറിയലൈസ്ഡ് റെന്റ് റിയലൈസ്ഡ് ആണ്. അതുപോലെ തന്നെ അരിയേഴ്സ് ഓഫ് റെന്റും റിക്കവേർഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്രോസ് ആനുവൽ വാല്യൂ ആദ്യം എഴുതുക. എത്ര ഉണ്ടായിരുന്നു? 44,000. ഇനി മുനിസിപ്പൽ ടാക്സസ് കുറയ്ക്കുക. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എത്രയായിരുന്നു? അത് 4,300. അപ്പം ഇത് ലെസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ നമ്മൾ പറയുന്നതാണ് നെറ്റ് ആനുവൽ വാല്യൂ. ഇനി നമ്മൾ ഇതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ലോണ് ലെസ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും. അപ്പോൾ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 24 എന്തൊക്കെ നമ്മൾ ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ. അപ്പോൾ നമ്മൾ ഇതിന്റെ 30% കാണാം. ഓക്കെ, അപ്പോൾ 44,000 നിന്ന് 4,300 ലെസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിട്ടുള്ള നെറ്റ് ആനുവൽ വാല്യൂവിന്റെ 30% നമ്മൾ കാണാം 11,910. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സോറി, ഇവിടെ എഴുതാനായിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ കുറയ്ക്കുക. ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെ എമൗണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. പ്രീവിയസ് ഇയറിനോ പ്രീ കൺസ്ട്രക്ഷൻ ഇയറിനോ ഒന്നും എഴുതണ്ട, ഡയറക്റ്റ് അത് അങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഇത് ലെസ് ചെയ്ത വാല്യൂ എടുത്തെഴുതുക. ഓക്കെ, നമ്മളത് ലെസ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടും 13,719 എന്ന്. ഇനി ഇതിന്റെ കൂടെ അരിയേഴ്സും അൺറിയലൈസ്ഡ് റെന്റും നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ അതെങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്? അൺറിയലൈസ്ഡ് റെന്റ് എത്രയാണോ അതിൽ നിന്നും 30% കുറയ്ക്കണം. അപ്പൊ 10,000 ലെസ് അതിന്റെ 30% കുറയ്ക്കാം. അതുപോലെ തന്നെ അരിയേഴ്സ് ഓഫ് റെന്റും എടുത്തിട്ട് അതിന്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടുള്ള 30% കുറയ്ക്കാം. അതുപോലെ തന്നെ 4,000ന്റെ 30% കുറയ്ക്കാം, 2,800. അപ്പൊ നമുക്ക് അൺറിയലൈസ്ഡ് റെന്റ് റിയലൈസ്ഡ് 7,000 എന്നും അരിയേഴ്സ് ഓഫ് റെന്റ് റിക്കവേർഡ് 2,800 കിട്ടി. ഇനി ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ടോട്ടൽ ചെയ്ത് കിട്ടുന്ന വാല്യൂനെ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഈ ചെയ്ത മെത്തേഡ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഐഡിയിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.